20,000 പേര് മരണപ്പെട്ടു എന്നാണ്, 20,000 പേര് ഗസയിൽ കൊല്ലപ്പെട്ടു എന്നാണ് ചരിത്ര മാധ്യമങ്ങൾ എഴുതുമ്പോ അല്ലാഹു അവരെ കുറിച്ച് പറയുന്നത് എന്താണ്? വലാ തഖൂലൂ ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത് ബൽ അഹ്യാഉൻ വലാകിൻ ലാ തശ്ഉറൂൻ. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഷഹീദായവരാ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ പിടഞ്ഞു വീണ് മരിച്ചവരാ. അവർ മരിച്ചെന്ന് പറയരുതേ, അവർ മരിച്ചിട്ടില്ല, അവർ മരിച്ചിട്ടില്ല. ഇസ്രായേലിന്റെ മുന്നിൽ അവർ മരിച്ചു പോയിരിക്കാം, ഒരുപക്ഷെ ഗസയിൽ താമസിക്കുന്നവരുടെ മുന്നിൽ മരിച്ചു പോയിരിക്കാം, ലോക മാധ്യമങ്ങളുടെ മുന്നിൽ അവർ മരണപ്പെട്ടു പോയിരിക്കാം. ലോകത്തെ സൃഷ്ടിച്ച നാഥന്റെ മുന്നിൽ അവർ മരിച്ചിട്ടേ ഇല്ല എന്ന് ഖുർആൻ പറയുന്നു. അതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അല്ലാഹുവിന്റെ അടുക്കൽ അവർ വിഭവം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ഷഹീദായി പിടഞ്ഞു വീണ് മരിക്കുന്ന മക്കളെ നോക്കിയിട്ട് അവർ മരിച്ചു മരിച്ചു എന്ന് പറയല്ലേ. അവർക്ക് അല്ലാഹു നൽകുന്നത് ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാ. 3ാമത്തെ സ്ഥാനമാണ് അംബിയാക്കൾ, സിദ്ദീഖീങ്ങൾ കഴിഞ്ഞിട്ട് ശുഹദാ. എത്ര വലിയ സ്ഥാനമാ. അവർ മരിച്ചുപോയെന്ന് കരുതണ്ട. കുഞ്ഞുമക്കളെ എടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണുമ്പോ, അട്ടിയടിക്ക് വെക്കുന്നത് കാണുമ്പോ സിപ്പപ്പ് പൊതിഞ്ഞു വെച്ചതുപോലെയാണെങ്കിൽ ഇതേ അവസ്ഥ തന്നെ അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചിരുന്നു. ആദരവായ റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു, നബിയേ, ഈ പിഞ്ചു പൈതലുകൾ, ഈ കുഞ്ഞുമക്കൾ മരണപ്പെടുമ്പോ അവരുടെ ഉമ്മ ഉപ്പയുടെ ലാളന അവർക്ക് നഷ്ടമായി പോകില്ല പ്രവാചകരെ? ആദരവായ റസൂലുള്ളാഹി തങ്ങൾ അതിനും മറുപടി നൽകിയിട്ടാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത്. കുഞ്ഞുമക്കൾ മരണപ്പെട്ടു പോയാൽ ഉമ്മാന്റെ ഒക്കത്തിരുന്ന് മുല കുടിക്കുന്ന 7 ദിവസമുള്ള കുഞ്ഞു പോലും, ന്യൂ ബോൺ ബേബി എന്നറിയപ്പെടുന്ന കുഞ്ഞു കിടാങ്ങൾ പോലും ഈ ലോകത്ത് ഇപ്പോൾ നമ്മുടെ കൺമുന്നിൽ വെച്ച് പിടഞ്ഞു വീണ് മരിച്ചില്ലേ? അവരുടെ ഉമ്മയെ കണ്ടിട്ടില്ല, അവരുടെ ഉപ്പയെ കണ്ടിട്ടില്ല, ഉമ്മ ഉപ്പയുടെ സ്നേഹലാളനകൾ അറിഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്, ഇങ്ങനെയുള്ള കുഞ്ഞുമക്കൾ മരിച്ചു പോകുമ്പോ അവർക്കുള്ള സ്നേഹം ആരാണ് നൽകുക പ്രവാചകരെ? അല്ലാഹുവിന്റെ റസൂലിന് മറുപടി കൊടുക്കുകയാണ്, യക്ഫുലുഹും നബിയുല്ലാഹി ഇബ്രാഹിം വസൗജതുഹു ഹാജറ അലൈഹിസ്സലാം. എത്ര വലിയ ഭാഗ്യമാണ് മക്കളെ! ഗസയിൽ പിടഞ്ഞു വീണ് മരിച്ച പൊന്നുമക്കളെ, പൊന്നുകിടാങ്ങളെ, കുഞ്ഞുമക്കളെ, നിങ്ങൾ മരിച്ചു എന്ന ഒരു വിഷമമാണ് ഞങ്ങൾക്കുള്ളത്. പക്ഷേ നിങ്ങളുടെ കൈകൾ ആരുടെ കൈകളിലാണ് നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നതെന്ന് ലോകത്തിന്റെ നായകൻ മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുകയാ. പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ കൈകളിലാണ് ആ മക്കളുള്ളതെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആരാണ് ആ മക്കളെ പോറ്റുന്നത്? ആരാണ് ആ മക്കളെ പാല് കൊടുക്കുന്നത്? ആരാണ് ആ മക്കളെ ചുംബിക്കുന്നത്? ആരാണ് ആ മക്കളെ സന്തോഷിപ്പിക്കുന്നത്? മഹാനായ ഇബ്രാഹിം നബിയുടെ ഭാര്യ ബീബി ഹാജറ. ഹാജറ റളിയല്ലാഹു തആല അൻഹയാണ് ആ മക്കളെ ഏറ്റെടുത്തിരിക്കുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഹത്താ യറുദ്ദഹും ഇലാ ആബായിഹിം യൗമൽ ഖിയാമ. ലോകാവസാനം വരെ ഈ കുഞ്ഞു മക്കളുടെ ഉത്തരവാദിത്വം മഹാനായ ഇബ്രാഹിം നബിയും ഹാജറ ബീവിയും ആയിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ലോകാവസാനത്തോടെ ഖിയാമത്ത് നാളോടെ എല്ലാവരും നാളെ മഹ്ശറയിലേക്ക് കടന്നു വരുമ്പോ ഏതൊരു കുഞ്ഞുമക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ ആവലാതിയോടെ അള്ളാന്റെ അടുക്കലേക്ക് കടന്നു വന്നാൽ മാതാപിതാക്കളുടെ കൈകളിലേക്ക് ഇബ്രാഹിം നബിയും ഹാജറ ബീവിയും അവരുടെ മക്കളെ ഏൽപ്പിക്കുമെന്ന് നബിയുനാ ഹബീബുനാ റസൂലുള്ളാഹി. നമുക്കപ്പോ വിഷമിക്കണോ? നമ്മുടെ കുഞ്ഞുമക്കൾ മരണപ്പെട്ടാൽ ആ കുഞ്ഞുമക്കളുടെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കും? ഇബ്രാഹിം നബി അലൈഹിസ്സലാം.
ഗസയിലെ മക്കളുടെ മൊത്തം ഉത്തരവാദിത്വം ഇബ്രാഹിം നബി ഏറ്റെടുത്തിരിക്കുകയാണ്, ബീവി ഹാജറ ഏറ്റെടുത്തിരിക്കുകയാണ്. അവരാണ് അവരെ പരിപാലിക്കുന്നത്. അവരെ പരിപാലിച്ച് ഉമ്മ വെച്ച് കളിപ്പിച്ച് ചിരിപ്പിച്ച് സന്തോഷിപ്പിച്ച് ഖിയാമത്ത് നാളിൽ ഈ മാതാപിതാക്കൾ, ഈ മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ അവിടേക്ക് വരുമ്പോൾ, സ്വർഗത്തിൽ വരുമ്പോൾ ഈ മക്കളെ അവരുടെ കൈകളിലേക്ക് വാപ്പ ഉപ്പ ഏൽപ്പിക്കും. എത്ര വലിയ ഭാഗ്യം! ഗസയിലെ മക്കളെ, എല്ലാ കുഞ്ഞുമക്കളെയും നമ്മുടെ അധ്യക്ഷൻ ചോദിച്ചു ഗസയിലെ മക്കൾ മാത്രമാണ്. അല്ല, നമുക്കിപ്പോ വിഷമം ഇപ്പൊ അവരോടാണല്ലോ. എത്രയോ കുഞ്ഞുമക്കൾ ഇങ്ങനെ മരിച്ചു കിടക്കുമ്പോ നമുക്ക് ഇങ്ങനെ വിഷമം വരൂലേ? സ്വർഗത്തിലെ കുഞ്ഞുമക്കൾ വേണ്ടേ? തൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ബിഅക്വാബി വബാരീഖ വകഅസിൻ മിൻ മഈൻ. നല്ല പാനപാത്രങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ പിന്നാലെ ചുറ്റുന്ന കുഞ്ഞു മക്കൾ ഉണ്ടാകുമെന്ന് ഖുർആനിൽ അല്ലാഹ് പറയല്ലേ, തൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ. ഇനി മക്കൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേറെ ഒരു സന്തോഷ വാർത്തയുണ്ട്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നൽ അത്ഫാല യജ്തമിഊന ഫീ മൗഖിഫിൽ ഖിയാമ ഇൻദ അർളിൽ ഖലായിഖ്. ഖിയാമത്ത് നാളിൽ എല്ലാവരും ഹിസാബ് നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യമായി മരണപ്പെട്ടു പോയ കുഞ്ഞുമക്കളെയും അവിടെ ഹാജരാക്കപ്പെടുകയാ. അങ്ങനെ ഹാജരാക്കപ്പെടുമ്പോ അല്ലാഹു തആല കുഞ്ഞുമക്കളോട്, മലക്കുകളോട് പറയുകയാണ്, ഈ കുഞ്ഞുമക്കളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണേ, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ. കുഞ്ഞുമക്കൾക്ക് അവിടെ ഹിസാബില്ല, അവർക്ക് വിചാരണയില്ല, അവർ നേരെ സ്വർഗത്തിലേക്ക് പോകാൻ അല്ലാഹുവിന്റെ കൽപ്പന വരുമ്പോ മാലാഖമാരെ കുഞ്ഞുമക്കളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഫയഖഫൂന അലാ ബാബിൽ ജന്ന, സ്വർഗത്തിന്റെ വാതിൽക്കലേക്ക് അവർ എത്തുമ്പോ അവർ വിങ്ങിപ്പൊട്ടി ആവേശത്തോടെ അലമുറയിട്ട് നിലവിളിച്ചിട്ട് ചോദിക്കുകയാ, അയിന ആബാഉനാ വ ഉമ്മഹാതുനാ, എവിടെ ഞങ്ങളുടെ ഉപ്പ, എവിടെ ഞങ്ങളുടെ ഉമ്മ, എവിടെ? ശൈശവത്തില് മരണപ്പെട്ടു വന്നവരാ, ശൈശവത്തില് കൊല ചെയ്യപ്പെട്ടവരാണ്, ബാല്യത്തില് മരിച്ചു വന്നവരാണ്. ഞങ്ങളുടെ ഉമ്മയെ കണ്ടിട്ടില്ല, ഞങ്ങളുടെ ഉപ്പയെ കണ്ടിട്ടില്ല, ഞങ്ങളുടെ ഉപ്പയും ഉമ്മയും ഇല്ലാതെ ലാ നദ്ഖുലുൽ ജന്ന ഇല്ലാ മഅ ആബാഇനാ വ ഉമ്മഹാതിനാ. എവിടെ ഞങ്ങളുടെ ഉമ്മ, എവിടെ ഉപ്പ, എവിടെ എന്ന് ആ കുഞ്ഞുമക്കള് മലക്കുകളോട് ചോദിക്കുമ്പോ ആ മലക്കുകൾ പറയുകയാണ്, ഇന്നഹും യുഹാസബൂന വയുതാലബൂൻ വലൈസൂ മിഥ്ലകും, അവർ നിങ്ങളെ പോലെയല്ല കേട്ടോ, അവർ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ്. അവർ ആ തെറ്റുകുറ്റങ്ങൾക്ക് പരിഹാരമായി അവർ ഹിസാബിലാണ്, വിചാരണയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വിചാരണയില്ല, നിങ്ങൾ സ്വർഗത്തിൽ കയറണേ. അവർ വിചാരണ കഴിഞ്ഞ് നിങ്ങളിലേക്ക് കടന്നു വരുമത്രേ. ഇത് കേട്ട മാത്രയിൽ ആ കുഞ്ഞുമക്കൾ പറയുകയാണ്, ലാ നദ്ഖുലുൽ ജന്ന ഇല്ലാ മഅ ആബായിനാ വ ഉമ്മഹാതിനാ. അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അലമുറയിട്ട് അട്ടഹസിച്ച് നിലവിളിച്ചിട്ട് പറയുകയാ, അല്ലാഹ്, ഞങ്ങളുടെ വാപ്പയില്ലാതെ ഉമ്മയില്ലാതെ ഞങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ആ ശബ്ദം കേട്ടിട്ട് അല്ലാഹ് മലക്കുകളോട് ചോദിക്കുകയാ, യാ മലായികത്തി മാ ഹാദിഹി ലജ്ജ, എന്തേ ആ സ്വർഗത്തിന്റെ ഭൂമുഖത്തൊരു വല്ലാത്ത അപശബ്ദം കേൾക്കുന്നത് എന്തേ? ഉടനെ മലക്കുകൾ പറയുകയാണ്, റബ്ബനാ അത്ഫാലുൽ മുസ്ലിമീൻ യഖൂലൂന ഇന്നഹും ലാ യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മഅ ആബായിനാ വ ഉമ്മഹാതിനാ. അല്ലാഹുവേ, മുസ്ലിമീങ്ങളായ മാതാപിതാക്കളുടെ മക്കളാണ് നിലവിളിക്കുന്നത്. അവർ നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുകയാ, മാതാപിതാക്കളില്ലാത്ത സ്വർഗത്തിൽ ഞങ്ങൾ പ്രവേശിക്കൂല, മാതാപിതാക്കളില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് വേണ്ട. ദുനിയാവിൽ വെച്ച് മാതാപിതാക്കൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതാണ്, അതുകൊണ്ട് ഇനിയും സ്വർഗത്തിൽ
സ്വർഗത്തിൽ മാതാപിതാക്കളില്ലാതെ ആ സ്വർഗത്തിന്റെ സുഗന്ധം ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട എന്ന് ആ കുഞ്ഞുമക്കൾ വാശി പിടിക്കുകയാണ് റബ്ബേ. ഉടനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഓർഡർ ഇടുകയാണ്, മലക്കുകളെ തഖല്ലലു അൽ ജുമാ വഖുദൂ ബിഐദി ആബായിഹിം വഉമ്മാതിഹിം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാലാഖമാരോട് പറയുകയാ, ഏ മലക്കുകളെ, ആ കുഞ്ഞുമക്കളുടെ അപേക്ഷ പ്രകാരം അവരുടെ മാതാപിതാക്കളുടെ കൈകളിലേക്ക് അവരെ നിങ്ങൾ ഏൽപ്പിക്കണേ. അവർക്ക് വിചാരണ വേണ്ട, അവർക്ക് തെറ്റില്ല, അവർക്ക് കുറ്റമില്ല. ആ കുഞ്ഞുമക്കളോടുള്ള കരുണയുടെ പേരിൽ ആ മാതാപിതാക്കൾ എത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും ഞാനിതാ പൊരുത്തപ്പെട്ടിരിക്കുകയാണ്, മാപ്പ് ചെയ്തിരിക്കുകയാ. ആ മാതാപിതാക്കളോടൊപ്പം അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൂ മലക്കുകളെ.